ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു പായസം കുടിക്കാൻ തോന്നി. എന്താ ചെയ്യാം, പായസം കുടിക്കാൻ ഇവിടെ ഒരു സേമിയ കിട്ടില്ല, അടപ്രഥമൻ എനിക്ക് ഓൾറെഡി ഇഷ്ടമില്ല, അടപ്രഥമൻ കിട്ടത്തില്ല. പിന്നെന്താ, എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ട്, അത് ചെറുപരിപ്പ് പായസമാണ്, അതും കിട്ടത്തില്ല. അപ്പം എന്ത് വെച്ച് ഇങ്ങനെ പായസം ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ആകെ ഇവിടെ കിട്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ റവയാണ് ഇവിടെ ആകെ കിട്ടുക. അപ്പം റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും, റവ വെച്ച് പുട്ടുണ്ടാക്കും, റവ വെച്ച് അപ്പം ഉണ്ടാക്കും, അതെല്ലാം റവ വെച്ച്. അപ്പോൾ റവ വെച്ച് തന്നെ ഒരു പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഒരു പരീക്ഷണം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം അത് നിങ്ങളെയും കാണിക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കി നോക്കാം, കൊതിയും മാറ്റാം. ഈ പായസം സക്സസ് ആവുകയാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ശർക്കരയിലാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് റവ എടുത്ത് പാലിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ പാലിതാ ഇങ്ങനെ ക്യാനായിട്ടാട്ടോ വരിക. അപ്പം നമുക്ക് പാൽ വെച്ച് ചെയ്ത് നോക്കാം. ശർക്കര ആദ്യം നമുക്ക് ഈ പാത്രത്തിലാട്ടോ വെക്കുന്നത്, ചായ വെക്കുന്ന പാത്രത്തിൽ. ഞാൻ പാത്രമൊന്നും അധികം ഇല്ല, നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ചായ വെക്കുന്ന പാത്രം 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പായസം ഇതാ ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാം ആക്കിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരു 2 ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ട്. ഏലക്കൊക്കെ ഇവിടെ പൊന്നിൻ്റെ വിലയാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ ഞങ്ങളന്ന് പോരാൻ നേരത്ത് കുറച്ച് തന്നു വിട്ടതാ. ആകെതാ ഇത്രയും കൂടി ഉള്ളൂ. ഇത് വേണം കുറച്ച് നാൾ വരെയും കൂടെ ഒപ്പിക്കാൻ. ഏലക്ക ഇവിടെ കിട്ടും, പക്ഷെ ഞാൻ നോക്കിയിട്ട് ഭയങ്കര പൊന്നിൻ്റെ വില. അതിലും പൈസയ്ക്ക് സ്വർണം മേടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ വിലയാണ്. അപ്പം ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്താവും ഒരു ഐഡിയ ഇല്ല, എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാം. എന്നിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എല്ലാം ഒരു പരീക്ഷണമല്ലേ, ഒന്നും കിട്ടാതെ വരുമ്പോൾ പരീക്ഷിക്കാമല്ലോ അല്ലേ. പിന്നെ പാസ്ത വെച്ച് ഞാൻ കണ്ടു കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ സ്പഗട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നത്. ഓണത്തിന് ഞങ്ങൾ ഒരു പ്രാവശ്യം സ്പഗട്ടി വെച്ച് പായസം ഉണ്ടാക്കി നോക്കി. പക്ഷെ എനിക്കത് അത്രയ്ക്കങ്ങ് അത് ഇഷ്ടപ്പെട്ടില്ല ആ പായസം. അത് ഒരു സേമിയയുടെ അത്രയധികം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ എനിക്കത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ സ്പഗട്ടി വെച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് പെട്ടെന്ന് പായസം കുടിക്കാൻ തോന്നിയപ്പം കൊതി വരുമ്പോൾ അപ്പോഴേ നമ്മൾ ആ കൊതി തീർക്കണമല്ലോ അല്ലേ, വെറുതെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ നമുക്ക് ഓടിപ്പോയി കടയിൽ പോകാം. ഇൻസ്റ്റൻ്റായിട്ട് പായസത്തിൻ്റെ എല്ലാ മിക്സോട് കൂടിയുള്ളത് കുറച്ച് പാലും കൂടെ മേടിച്ച് ഇതാക്കിയാൽ നമ്മളൊന്നും അറിയണ്ട, അപ്പം തന്നെ പായസം റെഡി, നമുക്ക് കുടിക്കാമല്ലേ. ഇവിടെ അങ്ങനെ ഒന്നും സാധിക്കില്ല, എന്താ ചെയ്യുക. ഓരോരോ ഗതികേടല്ലാണ്ട് എന്താ പറയുക. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നും അറിയണ്ട, അമ്മേനോടൊക്കെ പറഞ്ഞാൽ മതി പായസം വെച്ചതാന്ന് പറഞ്ഞാൽ പായസം റെഡി. ഇവിടെയൊക്കെ ആകുമ്പോൾ സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി നോക്കണം. ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, എനിക്കൊട്ട് ഫുഡ് ഉണ്ടാക്കാൻ അത്രയായിട്ട് അറിയത്തുമില്ല. എന്നാലും ഓരോ പരീക്ഷണങ്ങൾ നമുക്കിപ്പം കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കണമല്ലോ. നമ്മുടെ വായ്ക്ക് രുചി കിട്ടുവാണെങ്കിൽ കഴിക്കാം, കുടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കളയാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. പായസം കുടിക്കാനുള്ള കൊതി കൊണ്ടാണോ അതോ എൻ്റെ ധൃതി കൊണ്ടാണോ എന്നറിയില്ല. പായസം നോക്കിക്കൊണ്ടിരുന്നിരുന്നു ഒറ്റ മിനിറ്റ് ഒന്ന് ശ്രദ്ധ മാറിപ്പോയി. പായസം തിളച്ച് ഇതാ സ്റ്റൗവേ നിറച്ചുമായി. ഇനി സ്റ്റൗവ് വൃത്തിയാക്കുമ്പോഴത്തേനും പായസത്തിനോടുള്ള കൊതി മാറാതിരുന്നാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ പിന്മാറില്ല. പായസം ഒന്ന് കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. പായസത്തിന് പിന്നെ കളറില്ലാത്തത് ഞാൻ ഇവിടുന്ന് മേടിച്ചൊരു ശർക്കരയാണ്. ആ ശർക്കരയ്ക്ക് എന്തോ കളർ കുറവാണ്. ഞങ്ങൾ വല്ലപ്പോഴും നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ പോകാറുള്ളൂ. ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ ദൂരമുണ്ട്. എപ്പോഴും പോകാൻ പറ്റാത്ത കാരണം അവിടെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം മേടിച്ചുകൊണ്ട് വരും. അപ്പം ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ശർക്കര ഉണ്ടപ്പോൾ ആ ശർക്കര ഫുള്ളും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു. എപ്പോഴും പോക്ക് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ശർക്കരയ്ക്ക് എന്തോ കളറിന് എന്തോ കുറവുണ്ട്. അതുകൊണ്ടാട്ടോ ഈ ശർക്കരയ്ക്ക് ഒരു കളറില്ലാത്ത ചായ പോലെ ഇരിപ്പുണ്ട്. അറിയില്ല ഇനി എന്താവുമെന്ന്, നോക്കാം എന്തായാലും.
ഒരു സാമ്പിൾ എടുത്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ല അടിപൊളി പായസം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കോളുംകുട്ടൻ പായസം വന്ന് ചോദിച്ചിട്ടുണ്ട്, കോളും കൊണ്ട് കൊടുക്കുകയാണ്. കോളുംകുട്ട കുടിച്ചു വയ്ക്കുക, ഇഷ്ടമായോന്ന് നോക്കിയേ, കുടിച്ചു വയ്ക്കുക. കുറച്ച് ചെറിയ ഊ ഊ ഊ കുടിച്ച് ഊ ചെറുതായിട്ട് അമ്മ പിടിച്ചു തരാം, ഹെൽപ്പ് ചെയ്യാം. നല്ലതാണോ? സൂപ്പറാണോ? സൂപ്പറാണോ പറ. സൂപ്പറാണെങ്കിൽ ഇതാ ഇങ്ങനെ കാണിക്കും. സൂപ്പറാണെങ്കിൽ കൂൾ, അടിപൊളി. കോളിംഗ് കൊട്ടിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.